ഒരു കപ്പ് പൊട്ടുകടല വറുത്ത് പൊടിച്ച് നോക്കിയിട്ടുണ്ടോ? ശരിക്കും നിങ്ങൾ ഞെട്ടും. അപ്പോൾ ഒരു കപ്പ് പൊട്ടുകടല പാനിലേക്ക് ഇട്ട് കൊടുത്ത് ചെറു തീയിലിട്ട് ഒന്ന് വറുത്ത് ഈ ഒരു പരുവമാകുമ്പോൾ തീ ഓഫ് ചെയ്യാം. ഇനി ഇത് അവിടെ ഇരുന്ന് ഒന്ന് തണുത്തോട്ടെ. ആ സമയം കൊണ്ട് ഒരു കപ്പ് ശർക്കര ചെവിയതിലേക്ക് 1.5 കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുത്ത് നല്ല പോലെ ഇളക്കി മിക്സ് ചെയ്ത് ശർക്കരയൊക്കെ അലിഞ്ഞതായി ഇതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ സമയം കൊണ്ട് നമ്മുടെ കടലയുടെ ചൂടൊക്കെ നല്ലപോലെ ആറിയിട്ടുണ്ടേ. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒട്ടും തരിയില്ലാതെ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്ത് പൊടിച്ചു വെച്ച മിക്സ് ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്ത് ചെറു ചൂടോട് കൂടി തന്നെ ശർക്കര പാനിയും ഒഴിച്ചു കൊടുത്ത് ഒട്ടും കട്ടയില്ലാതെ ഇളക്കി മിക്സ് ചെയ്ത് 1 ടേബിൾ സ്പൂൺ ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുത്ത് ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് കൈയെടുക്കാതെ ഇളക്കി കൊടുത്ത് ചെറുതായി ഒന്ന് തിക്കായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് പാനിൽ നിന്ന് വിട്ടുവരുന്നതായി ഈ ഒരു സമയമാകുമ്പോൾ കുറച്ചുകൂടെ നെയ്യ് ഒഴിച്ചു കൊടുത്ത് ഒറ്റ കട്ടയായിട്ട് ഇതുപോലെ കോരിയെടുക്കാൻ പാകത്തിലേക്കാവുമ്പോൾ തീ ഓഫ് ചെയ്ത് നെയ്യ് തടവി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് പാത്രത്തിന്റെ ഷേപ്പിലേക്ക് ഒന്ന് ലെവൽ ചെയ്തെടുത്ത് വലിയ ചൂടൊക്കെ ഒന്ന് ആറിയതിനു ശേഷം മറിച്ചിട്ട് കൊടുത്ത് ഇഷ്ടാനുസരണം മുറിച്ച് കഴിക്കാം. അപ്പൊ നമ്മുടെ പൊട്ടുകടല ബർഫി എപ്പടി അടിപൊളിയല്ലേ? അപ്പൊ ഇതേപോലെയുള്ള ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസിനെ പറ്റി ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.